ഏതോ ഒരു സിനിമയിൽ സിദ്ദീഖ് പറഞ്ഞിട്ടുണ്ട്, കൊച്ചുങ്ങൾ എന്തേലും ആഗ്രഹം പറഞ്ഞാൽ അങ്ങ് സാധിച്ചു കൊടുത്തേക്കണടാന്ന്. ആ ഒരു ഡയലോഗാണ് എൻ്റെ മനസ്സിൽ വന്നത്. മക്കൾ വൈകുന്നേരം പറഞ്ഞു ഒരു ചായ കുടിക്കാൻ അങ്ങോട്ട് പോയാലോ എന്ന്. അത് മാത്രമേ ഓർമ്മയുള്ളൂ. മക്കളെ മാറ്റലും ഇറങ്ങലും പോക്കും ഒക്കെ ഒന്നിച്ചായിരുന്നു. അങ്ങനെ ചായ എന്ന് പറയുമ്പോൾ ആർക്കാ ആഗ്രഹമില്ലാത്തത്? നമ്മുടെ മലയാളികളുടെ പ്രത്യേക വികാരം തന്നെയാണല്ലോ നമ്മൾ ചായ കുടിക്കുക എന്നുള്ളത്. സംഭവം ചായ കുടിക്കാന്ന് പറഞ്ഞു പോയാലല്ല അതിൻ്റെ പുറകെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ അഞ്ചിൻ്റെ പൈസ കയ്യിലില്ലെങ്കിലും നമുക്ക് തിന്ന മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം ഒരു അപ്പീലില്ല. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പീലില്ല. അങ്ങനെ ഒരു ബജിക്കഥയാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. ബജി കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മോൻ വീട്ടിലിരുന്നിട്ട് പറഞ്ഞു നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ. അങ്ങനെയാണ് ഞങ്ങൾ ഈ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത്. പറഞ്ഞത് ഒരു ബജിയും ചായയും മാത്രമാണെങ്കിലും അതിൻ്റെ പുറകെ വന്നത് കോളിഫ്ലവർ ഫ്രൈയും മറ്റേ ബംഗാളികളെ പാനിപൂരിയും ബേൽപൂരിയും അതിന് പുറമെ ചായയോ ഒന്നും പറയണ്ട, എല്ലാ സംഗതികളും കിട്ടിയിട്ടാണ് നമ്മളത് അവിടുന്ന് അടിച്ചു പൊളിച്ചിട്ട് വന്ന്. പിന്നെ ഒരു കാര്യം, കൊച്ചി നഗരം 24 അവേഴ്സും ഉണർന്നിരിക്കുന്ന ഒരു നാടാന്ന് ഞാൻ പറയും. കാരണം ഇവിടെയുള്ള ആൾക്കാർക്ക് ഉറക്കമില്ലേ? എൻ്റെ ഒരു ഡൗട്ടാണത്. കാരണം ഏത് ടൈമും എവരി ടൈം ഈ 24 അവേഴ്സും എല്ലാവരും ഉണർന്നിരിക്കുന്ന ടൈമാണ്. അതെന്താന്ന് എനിക്കറിയില്ല. പുറമേ എന്ന് പറഞ്ഞാൽ ആൾക്കാരും പുറമേ ഇവിടെ വന്ന് താമസിക്കുന്നതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും ഇവിടെ പണിയെടുക്കുക, എൻജോയ് ചെയ്യുക, പണിയെടുക്കുക, എൻജോയ് ചെയ്യുക, ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എത്ര ജോലി ചെയ്ത് നമ്മൾ സമ്പാദിച്ചിട്ടും കാര്യമില്ല. സമ്പാദിക്കുന്ന പൈസ എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ മെയിനായിട്ട് ചിന്തിക്കേണ്ടത്. ആദ്യം നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് ഭക്ഷണം അങ്ങോട്ട് കഴിക്കുക. കിട്ടുന്ന പൈസക്ക് ഭക്ഷണം കഴിച്ചിട്ട് മുന്നോട്ടേക്ക് അങ്ങോട്ട് പറന്നങ്ങ് ജീവിക്കുക. അതാണ്